രാത്രിയിൽ ജോലി കഴിഞ്ഞ് ഋഷിയും അപ്പുവും മഞ്ജുവും അമ്മുവും ഒന്നിച്ചാണ് ഇറങ്ങിയത്. അമ്മു ഇപ്പോൾ അന്നത്തെ സംസാരത്തിനു ശേഷം വലുതായി മിണ്ടുന്നില്ലെന്ന് ഋഷിക്ക് തോന്നി. അതേപ്പറ്റി ചോദിക്കാനിരുന്നപ്പോഴേക്കും രുദ്രയുടെ പ്രശ്നമെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അതേപ്പറ്റി അവൻ ചോദിക്കാനും കഴിഞ്ഞില്ല. നീ രുദ്രയെ വിളിച്ചോ? അപ്പു ഋഷിയുടെ അടുത്തായി വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. ഞാനും തന്നെ വിളിച്ചിരുന്നു. അവളെന്താ പറഞ്ഞേ? മാമിയുടെ വീട്ടിൽ പോയതൊക്കെ? ആകാശ് അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അപ്പു അത് ചോദിക്കുമ്പോൾ ഋഷി ഭവാനി മാമിയുടെ വീട്ടിൽ പോയപ്പോൾ അശ്വിനെ കണ്ടതും ആകാശുമായി ബദ്രി തല്ലുണ്ടാക്കിയതുമെല്ലാം പറഞ്ഞു. അതെന്തായാലും നന്നായി. 2 പേർക്കും ഏട്ടൻ കണക്കിന് കൊടുത്തില്ലേ? അത് മതി. ആകാശേട്ടൻ ഇനി എന്തായാലും അവിടെ പിന്നാലെ വരില്ല. എന്നാൽ ബദ്രിയേട്ടൻ കൊല്ലാതെ വിടൂല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും ബദ്രിയേട്ടനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് തെറ്റായിരുന്നു. രുദ്ര പറഞ്ഞതാ ശരി. ശരിക്കും ബദ്രിയേട്ടൻ അറിയണമെങ്കിൽ അദ്ദേഹത്തോടടുത്ത് ഇടപഴകിയാലേ അറിയാൻ പറ്റൂ. രുദ്ര അദ്ദേഹത്തിന്റെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാ ഒരിക്കൽ തന്നെ ദ്രോഹിച്ച ബദ്രിയേട്ടനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്. എന്തിനേറെ ബദ്രിയേട്ടന് വേണ്ടി നമ്മളോട് വരെ ദേഷ്യപ്പെട്ടില്ലേ? മഞ്ജു അത് പറയുമ്പോൾ അതിനുള്ള ഉത്തരം അപ്പുവാണ് നൽകിയത്. അതെ, നീ പറഞ്ഞത് ശരിയാ. അദ്ദേഹത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചു. ശരിക്കും അദ്ദേഹം രുദ്രയെ സ്നേഹിച്ചിരുന്നില്ല എങ്കിൽ അവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമോ? അതിനർത്ഥം അദ്ദേഹം അവളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നല്ലേ? അതെ, ബദ്രിയേട്ടൻ രുദ്രയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അന്ന് തന്നെ അവൾക്ക് അപകടം പറ്റിയപ്പോൾ ഓടി വന്ന് രക്ഷിച്ചില്ലേ അവളെ? ഏട്ടൻ വന്നിരുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ രുദ്രയെ തിരിച്ചു കിട്ടുമായിരുന്നു. എന്നേക്കുമായി അവളെയും കൊണ്ട് ആ ക്രിസ്റ്റി പോയിരിക്കുമായിരുന്നില്ലേ? അതേ അമ്മു, ഏട്ടൻ അന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ ഓർക്കാൻ കൂടെ വയ്യ എന്താ സംഭവിക്കുക എന്ന്. അത്രയും പറഞ്ഞ് അപ്പു ഋഷിയെ നോക്കി പറഞ്ഞു. നീ എന്താ ഋഷി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിനക്കിപ്പോഴും ബദ്രിയേട്ടനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞു തിരുത്തണം നമ്മുടെ രുദ്രയ്ക്ക് വേണ്ടി. അവളുടെ സന്തോഷം അതല്ലേ നമുക്ക് വലുത്. അവൾക്ക് വേണ്ടി ബദ്രിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതിനു മുൻപ് അയാളുടെ വായിൽ നിന്ന് തന്നെ അറിയണം നമ്മുടെ രുദ്രയെ അയാൾ ശരിക്കും ആത്മാർത്ഥമായാണോ സ്നേഹിക്കുന്നതെന്ന്. കാരണം ഇനിയും അവളെ ആർക്കു മുൻപിലും കണ്ണുനീര് കുടിക്കാൻ ഇട്ടുകൊടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അത്രയും ഋഷി പറയുമ്പോൾ ബാക്കി 3 പേരും ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. രാത്രി രുദ്രയെ ചെറുതായി പനിക്കുന്നുണ്ടായിരുന്നു. ആഹാരം കഴിക്കാൻ ബദ്രി ഒരുപാട് നിർബന്ധിച്ചു എങ്കിലും കഴിക്കാതെ അവനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് തന്നെ ഉറങ്ങി. എന്നാൽ അവൾക്ക് പനിയോടൊപ്പം നല്ല തലവേദന തോന്നി. അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൾ ദേഹത്ത് ഷീറ്റ് പുതച്ചിരിക്കുമ്പോൾ ബദ്രി അവൾക്കുള്ള മെഡിസിൻ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ആദ്യം കഴിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും ബദ്രി ദേഷ്യത്തിൽ കണ്ണുരുട്ടിയതും അവൾ അത് വാങ്ങി കഴിച്ചു. ബദ്രി അവളുടെ മുഖം ഇരുകരങ്ങൾ ചേർത്ത് അവൻ അഭിമുഖമായി ചേർത്തുകൊണ്ട് പറഞ്ഞു. ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കിടക്കാതെ നന്നായി കണ്ണടച്ച് കിടക്കാൻ നോക്ക്. രാവിലെ ആവുമ്പോഴേക്കും ഈ പനിയൊക്കെ മാറിക്കോളും. അഥവാ മാറിയില്ലെങ്കിൽ മാറാനുള്ള വേറൊരു മെഡിസിൻ എനിക്ക് തരാൻ കഴിയും. ഒരു കള്ളലക്ഷണത്തോടെ രുദ്രയെ നോക്കി പറയുമ്പോൾ അവൾ നാണത്തോടെ അവൻ്റെ കഴുത്തിൽ തല ചേർത്ത് വെച്ചു. എന്നാൽ ബദ്രി ആ നിമിഷം തന്നെ രുദ്രയെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. രുദ്രയുടെ കണ്ണുകൾ മെല്ലെ അടയുന്നത് കണ്ടതും അവൻ അവളെ എടുത്ത് ബെഡിൽ കിടത്തിയ ശേഷം നന്നായി പുതപ്പിച്ചു. ഒപ്പം അവനും അവൾക്കൊപ്പം സ്ഥാനം പിടിച്ചു. രാവിലെ രുദ്ര എഴുന്നേൽക്കുമ്പോൾ നല്ല ആശ്വാസം തോന്നി. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ബദ്രി കമിഴ്ന്ന് കിടന്ന് നന്നായി ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ വൈഷു കൊണ്ടുവന്ന ഡ്രസ്സിൽ നിന്ന് ഒരു സാരി എടുത്ത് ബാത്റൂമിൽ കയറി കുളിച്ചു. പണ്ടുമുള്ള ശീലമായിരുന്നു അവളുടെ. എത്ര വയ്യെങ്കിലും രാവിലെയുള്ള കുളി. ഇന്നലെ പണിയുണ്ടായിരുന്നുവെങ്കിലും രാവിലെ അവൾക്ക് ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം ഒരു കുഞ്ഞിനെങ്ങനെ പരിചരിക്കുമോ അതുപോലെയാണ് ബദ്രി അവൻ്റെ സ്നേഹം കൊണ്ട് പരിചരിച്ചത്. അവൾ കുളി കഴിഞ്ഞ് വന്ന് ചുമരിലെ ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ കണ്ടു സമയം 9:30 കഴിഞ്ഞു. അവൾക്ക് വയ്യാത്തതുകൊണ്ടാവും ആരും വിളിക്കാൻ വരാത്തതെന്ന് ഓർത്തു. രുദ്ര ബദ്രിയെ നോക്കുമ്പോൾ ബദ്രി അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. ഇന്ന് ഓഫീസിലൊന്നും പോകണ്ടേ ആൾക്ക്? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബദ്രിയുടെ അടുത്തായി ബെഡിൻ്റെ സൈഡിൽ വന്ന് നിന്ന ശേഷം ബദ്രിയുടെ തലയിൽ മെല്ലെ തലോടി. അപ്പോഴും അതൊന്നും അറിയാതെ ബദ്രി നല്ല ഉറക്കത്തിലായിരുന്നു. രുദ്ര ബദ്രിയുടെ ബെഡിൻ്റെ സൈഡിലായിരുന്നതും തന്നെ ബദ്രി തിരിഞ്ഞ് എതിർവശത്ത് മുഖം തിരിച്ചു കിടന്നു. രുദ്ര തലയിൽ കെട്ടിയിരുന്ന ടവലൊന്ന് അയച്ച് അതിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് ബദ്രിയുടെ മുഖത്തിനു നേരെ കൊണ്ടുവന്നു. അതിനുശേഷം അതിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന വെള്ളം ബദ്രിയുടെ മുഖത്തിന് നേരെയാക്കി. മുഖത്ത് വെള്ളത്തുള്ളികൾ പതിച്ചതും ബദ്ര തിരിഞ്ഞു കിടന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ രുദ്ര. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. നീ കുളിച്ചോ? ബദ്ര ഒരു പുരികമുയർത്തി ചോദിക്കുമ്പോൾ അവൾ അതേന്ന് തലയാട്ടി. ആരോട് ചോദിച്ചിട്ടാ നീ കുളിച്ചേ? കുളിക്കുന്നതിന് ആരോടെങ്കിലും ചോദിക്കണമെന്നുണ്ടോ? ആ ചോദിക്കണം. ആരോട്?
ഈ എന്നോട് ഇന്നലെ രാത്രി പനിച്ചെൻ്റെ ഉറക്കം കളഞ്ഞ് എണീപ്പിച്ചതും പോരാ, എന്നിട്ട് രാവിലെ കുളിച്ചിട്ട് പറയുക ആരോട് ചോദിക്കണമെന്നല്ലേ? ബദ്രി അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, പനിയൊക്കെ അപ്പോഴേ മാറി. ആണോ? എന്നാ പനി മാറിയെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത്രയും പറഞ്ഞ് ബദ്രി രുദ്രയുടെ കഴുത്തിൽ പിടിച്ച് അവളുടെ ചുണ്ടുകൾ അവൻ്റെ മുഖത്തേക്ക് അടുപ്പിക്കാൻ തുടങ്ങി. എന്നാൽ രുദ്ര അതിനനുസരിച്ച് ബദ്രിയുടെ കയ്യിൽ കിടന്ന് കുതറി മാറാൻ ശ്രമിച്ചു. എന്നാൽ ബദ്രിയുണ്ടോ വിടുന്നു, അവൻ അവളെ വീണ്ടും അവനിലേക്ക് ചേർത്ത് പിടിച്ചു. രുദ്ര എന്നാൽ സർവ്വശക്തിയും എടുത്ത് ബദ്രിയെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും ഓടിയിരുന്നു. ബദ്രി വേഗം തന്നെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അത്രയ്ക്കായോ നീ? ശരിയാക്കി തരാം ഞാൻ. അത്രയും പറഞ്ഞ് ബദ്രി അവളുടെ പിന്നാലെ ചെല്ലുമ്പോൾ രുദ്ര ബെഡിന് ചുറ്റും ഓടാൻ തുടങ്ങി. വേണ്ടേട്ടാ, വെറുതെ എൻ്റെ പിന്നാലെ ഓടിയിട്ടൊരു കാര്യവും ഇല്ല, എന്നെ കിട്ടില്ല. ഈ ബദ്രി നിനക്കെന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നിട്ടേ അടങ്ങൂ. ഇന്ന് എന്തു തന്നെ തരാൻ ഉദ്ദേശിച്ചാലും അത് നടക്കില്ല. നടക്കുമോ ഇല്ലെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോഴേക്കും രുദ്ര ബെഡിൻ്റെ പുറത്തൂടെ ഓടുകയായിരുന്നു. മര്യാദയ്ക്ക് ഓട്ടം നിർത്തി നിൽക്കുന്നതാ നിന്റെ നല്ലേ, ഇല്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന്. ഒന്നിൽ നിർത്താന്ന് വെക്കുമ്പോൾ നീ സമ്മതിക്കില്ല അല്ലേ? ഇന്ന് നീ റൂം വിട്ട് പുറത്തു പോയത് തന്നെ. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ എന്താ ആദ്യം ചെയ്യുക എന്ന് കണ്ടു. എന്നാൽ അതെല്ലാം കേട്ടിട്ടും രുദ്ര ബദ്രിക്ക് പിടികൊടുക്കാതെ ആ ബെഡിൽ ചുറ്റും ഓടിക്കൊണ്ടിരുന്നു. എന്നാൽ ബദ്രി പെട്ടെന്ന് ഓട്ടം നിർത്തി ബെഡിലിരുന്നു, അതും രുദ്രയെ നോക്കാതെ. രുദ്ര വേഗം ഓട്ടം നിർത്തി മുന്നിലിരിക്കുന്ന ബദ്രിയെ ഒന്ന് നോക്കി. ബദ്രി ഉണ്ടോ അവളെ നോക്കുന്നതേ ഇല്ലായിരുന്നു. രുദ്ര വായിൽ കരങ്ങൾ വെച്ച് കടിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ ബദ്രിയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നാൽ ബദ്രി ഇരുന്നിടത്ത് രുദ്ര കാണാത്ത വിധം തലചുരിച്ച് കണ്ണുകൾ ചെറുതായി അടച്ചുകൊണ്ട് നോക്കുമ്പോൾ തൻ്റെ അടുത്തേക്ക് പമ്മി വരുന്ന രുദ്രയെയാണ് കണ്ടത്. ബദ്രി അതേ ഇരിപ്പ് തന്നെ ഇരുന്നു. രുദ്ര അടുത്ത് വന്നതും ബദ്രി അവളുടെ കൈ പിടിച്ചു വലിച്ച് ബെഡിലേക്കിട്ടു. എന്നിട്ട് അവൾക്ക് പുറത്തായി അവൻ കയറി കിടന്നു. ബദ്രി അവളുടെ ദേഹത്ത് മുഴുവൻ ഭാരം ചേർത്തുകൊണ്ട് അവളുടെ 2 കരങ്ങളും 2 വശത്തേക്ക് വെച്ച് അവൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ കോർത്തു പിടിച്ചിരുന്നു. രുദ്ര കുതറി മാറാൻ നോക്കിയെങ്കിലും അവൾക്കൊന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഏട്ടാ, എനിക്ക് ശ്വാസം മുട്ടുക, ഒന്ന് എഴുന്നേറ്റേ. ഞാൻ ഇനിതുപോലെ ഒന്നും ചെയ്യില്ല. മുഖത്ത് ദയനീയ ഭാവത്തോടെ പറയുന്ന രുദ്രയെ ബദ്രി അങ്ങനെ തന്നെ ഒന്ന് നോക്കി. ഇങ്ങനെയല്ലല്ലോ കുറച്ചു മുമ്പ് എൻ്റെ മോൾ എന്നോട് പറഞ്ഞത്. നിന്നെ ഈ ദിവസത്തേക്ക് എൻ്റെ കയ്യിൽ കിട്ടില്ലെന്നല്ലേ? അത് ഞാൻ ഏട്ടനെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ? എങ്കിലേ ഇനി മോള് പറ്റിക്കാൻ ഇങ്ങനെ പറയാനേ പാടില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിച്ചത് എന്തായാലും തന്നിട്ടേ മാറൂ. ഞാൻ പറയുന്നത് എന്തായാലും ചെയ്തേ ശീലമുള്ളൂ. അത്രയും പറഞ്ഞ് രുദ്രയുടെ ചുണ്ടിൽ ചുണ്ട് ചേർക്കാൻ ആഞ്ഞതും അവൾ മുഖം വെട്ടിച്ചു. എന്നാൽ നേരെ ബദ്രിയുടെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിച്ചിരുന്നു. വീണ്ടും അവൻ ചുണ്ടിൽ ചുണ്ട് ചേർക്കാൻ ആഞ്ഞതും ഇപ്രാവശ്യം രുദ്ര വേഗം മുഖം വെട്ടിച്ചു. അതുകൊണ്ട് തന്നെ രുദ്രയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച 2 ഉമ്മയും രുദ്രയുടെ 2 കവിളിലും തന്നെ പതിച്ചിരുന്നു. ഏറെ നേരം ഇട്ട് മുഖം തിരിച്ചും ബദ്രിയുടെ ചുണ്ടിലെ തണുപ്പ് ഇപ്രാവശ്യം കവിളിൽ പതിക്കാതെ വന്നതും രുദ്ര അവനെ ഒന്ന് നോക്കി. എന്നാൽ തന്നെ കണ്ണു ചിമ്മാതെ നോക്കിക്കിടക്കുന്ന ബദ്രിയെ കണ്ടതും രുദ്രയും അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു. ആ നിമിഷം മാത്രം മതിയായിരുന്നു ബദ്രിക്ക് രുദ്രയുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറാൻ. ബദ്രി അവൾ തിരിയും മുൻപ് തന്നെ അവളുടെ ചുണ്ടുകൾ കടിച്ചെടുത്തിരുന്നു. അവളിൽ നിന്നും ശ്രീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ ആ ഇതളുകളെ അവൻ്റെ വായിലാക്കി നുണഞ്ഞിരുന്നു. ഒരു നിമിഷം രുദ്ര അവന് മാത്രമായി അവളെ ആ നിമിഷം സമർപ്പിച്ചു. ബദ്രി ആവേശത്തോടെ ഓരോ ഇതളുകളുമായി നുണഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ നിന്നും നാക്കിലേക്ക് പ്രവേശിച്ചു. അവളുടെ നാക്കിൻ തുമ്പിൽ മെല്ലെ കടിച്ചുകൊണ്ട് അതും അവൻ നുണഞ്ഞെടുത്തു. വണ്ടെങ്കിനെയാണോ പൂവിൽ നിന്നും തേനെടുക്കുന്നത്, അതുപോലെ തന്നെ രുദ്രയുടെ ചുണ്ടിൽ നിന്നും നാവിൽ നിന്നുമെല്ലാം ബദ്രി തേനെടുത്തുകൊണ്ടിരുന്നു. ബദ്രി അവളുടെ ഇതളുകളെ ഏറെ നേരത്തിനു ശേഷം മോചിപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ അവൻ്റെ താടി രോമങ്ങൾ കൊണ്ട് ഇക്കിളി ഉണ്ടാക്കി. രുദ്രയൊന്ന് പിടഞ്ഞു. എന്നാൽ അവൻ ആ നിമിഷം അവളുടെ ചുണ്ടുകൾ ചേർത്തിരുന്നു. ഒപ്പം തന്നെ രുദ്രയുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ കരങ്ങൾ പിൻവലിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിൽ മുറുക്കെ പിടിച്ചു. അവൻ്റെ കരങ്ങൾ സാരിയുടെ ഇടയിലൂടെ അവളുടെ മാറിൽ അമർന്നതും രുദ്രയൊന്ന് അമ്പരന്നു. കണ്ണുകൾ വിടർത്തി. എന്നാൽ ബദ്രി അപ്പോഴേക്കും അവളുടെ കഴുത്തിൽ നിന്നും ചുണ്ടുകൾ താഴേക്ക് ചലിപ്പിക്കുകയായിരുന്നു. ബദ്രിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് പ്രണവ് വിജയലക്ഷ്മിയെ വിളിച്ചു. ഉച്ചയ്ക്ക് ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് ബദ്രി ഓഫീസിൽ ഉണ്ടായേ പറ്റൂ. അത് പറയാൻ വിളിച്ചെങ്കിലും ബദ്രി ഫോൺ എടുക്കാത്തത് കൊണ്ട് അവൻ നേരെ വിജയലക്ഷ്മിക്കാണ് വിളിച്ചത്. വിജയലക്ഷ്മി ബദ്രിയോട് പറയാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ചെന്നു. തുടർച്ചയായി ഡോറിൽ തട്ടിയെങ്കിലും ബദ്രി തുറന്നില്ല. പുറത്ത് വിജയലക്ഷ്മിയുടെ സൗണ്ട് കേട്ടതും അവൾ പറഞ്ഞു, ഏട്ടാ, അമ്മ. എവിടെ?
രുദ്ര അത് പറഞ്ഞിട്ടും ഭദ്ര അവളിൽ നിന്നും മാറാതെ അവളെ ചുംബിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഏട്ടാ, അമ്മ വിളിക്കുന്നു, ഒന്ന് വിട്ടേ. ഭദ്ര ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞു. അമ്മ വിളിച്ചിട്ട് നമ്മുടെ സൗണ്ട് കേൾക്കാതിരിക്കുമ്പോൾ അങ്ങ് പൊയ്ക്കോളും. ഇന്നെന്തായാലും നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. അത്രയും പറഞ്ഞ് ഭദ്ര അവളുടെ ചുണ്ടിൽ തന്നെ ചുണ്ട് ചേർത്തതും എവിടെ നിന്നോ കിട്ടിയ സർവ്വശക്തിയും ഉപയോഗിച്ച് ഭദ്രയെ അവൾ തള്ളി ബെഡിലേക്ക് ഇട്ടുകൊണ്ട് വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റ് സാരി ഒന്ന് നേരെയാക്കിക്കൊണ്ട് ഓടിച്ചെന്ന് ഡോറ് തുറന്നു. വിജയലക്ഷ്മി മുന്നിൽ നിൽക്കുന്ന രുദ്രയെ തന്നെ ഒന്ന് നോക്കി. സ്ഥാനം തെറ്റിയ നെറ്റിയിലെ പൊട്ടും നെറ്റിയിൽ പടർന്ന സിന്ദൂരവും അഴിഞ്ഞുലഞ്ഞ മുടിയും കാണി അവർക്ക് ചിരി വിരിഞ്ഞു. അവർ പുറത്ത് കാണിക്കാതെ അത് മറച്ചുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ ബെഡിൽ കിടക്കുന്ന ഭദ്രയെയാണ് കണ്ടത്. അവൻ അവരെ കണ്ടതും വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്നാൽ രുദ്രയുടെ നെറ്റിയിൽ കിടന്ന അതേ കുറി അവൻ്റെ നെറ്റിയിലും സ്ഥാനം പിടിച്ചു നിന്നു. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, നീ എന്താ പ്രണവ് വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത്? അത് പിന്നെ ഉറങ്ങിപ്പോയി, അതാ. നിന്നോട് പെട്ടെന്ന് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് ഓടിയിട്ടുണ്ടെന്ന്. ഞാൻ ഇറങ്ങാൻ പോകുവാ. അപ്പോഴേക്കും അവൾ തിരിഞ്ഞ് രുദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മോളിന്ന് ഇവിടെ നിൽക്കണ്ട, വേഗം താഴേക്ക് വന്നേക്ക്, ഇല്ലെങ്കിൽ ഇന്നിവൻ ഓഫീസിൽ പോയില്ലെന്ന് വരും. അത്രയും പറഞ്ഞ് അവർ പോകാൻ നിൽക്കുമ്പോൾ ഭദ്ര വേഗം ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറിയിരുന്നു. ഭദ്ര കുളി കഴിഞ്ഞ് വരുമ്പോൾ രുദ്ര അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ വേഗം തന്നെ റെഡിയായി താഴെ വരുമ്പോൾ അവനുള്ള ആഹാരം അവൾ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ലക്ഷ്മിയോട് യാത്ര പറഞ്ഞ് അവളെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രുദ്രയും അവൻ്റെ പിന്നാലെ ചെന്നു. ഭദ്ര കാറിൽ കയറും മുൻപായി തന്നെ രുദ്ര ഭദ്രയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ഒപ്പം അവൻ്റെ ചുണ്ടിൽ കരങ്ങൾ പൊത്തിക്കൊണ്ട് അവൻ്റെ കവിളിൽ ആഞ്ഞു ചുംബിച്ചു. അതിനുശേഷം ഭദ്രയെ നോക്കാതെ അവൾ അവിടെ നിന്നും ഓടിപ്പോകുമ്പോൾ രുദ്ര പോയ വഴിയെ നോക്കി നിന്നുകൊണ്ട് അവൻ ചിരിച്ചു. എന്നാൽ ഇതെല്ലാം മുകളിൽ നിന്നു കണ്ടു നിന്ന കല്യാണിയുടെ മുഖം ദേഷ്യത്താൽ വരഞ്ഞു മുറുകി. രുദ്ര ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടിക്കയറിയതും അവൾക്ക് മുൻപിലായി കല്യാണി വന്നു നിന്നു. രുദ്ര അവരെ ഒന്ന് നോക്കി. അവളുടെ ചുണ്ടിലെ ചിരി അവരെ കണ്ടതും പെട്ടെന്ന് തന്നെ മാഞ്ഞു പോയിരുന്നു. ഓ, അപ്പോ അവനെ വളച്ച് കുപ്പിയിലാക്കിയല്ലേ? എന്തായിരുന്നു താഴെ ഉമ്മ കൊടുക്കുന്നു, യാത്ര അയക്കുന്നു. രുദ്ര അവരെ നോക്കാതെ അവിടെ നിന്നും പോകാൻ നിന്നതും അവർ പറഞ്ഞു. നീ എവിടെ പോകുക? ഞാൻ എനിക്ക് പറയാനുള്ളത് വരെ പറഞ്ഞു കഴിഞ്ഞില്ല. രുദ്ര അവരെ ഒന്ന് നോക്കി. നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഈ കാണുന്നതൊക്കെ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കാനുള്ളതാ. അതിന് മറ്റൊരവകാശിയെ ഈ ഭൂമിയിൽ പോലും ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഭദ്രയിൽ നിന്നൊരു കുഞ്ഞ്, അത് ഈ വീട്ടിൽ വേണ്ട. അങ്ങനെ വന്നാൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും. ഇപ്പോഴും വൈകിട്ടില്ല. എല്ലാം വേണ്ടെന്ന് വെച്ച് നീ തന്നെ ഇവിടുന്ന് ഓടിപ്പോവുകയാണെങ്കിൽ എവിടെങ്കിലും പോയി നിനക്ക് ജീവിക്കാനുള്ള പണം എത്രയെന്ന് വെച്ചാൽ ഞാൻ തന്നെ തരാം. ഇല്ലെന്നാണെങ്കിൽ നീ ഈ ഭൂമിയിൽ അധികനാൾ ജീവിക്കില്ല. അവൻ, ആ ഭദ്രി, ചാവും മുന്നേ നിന്നെ പരലോകത്തേക്ക് എത്തിച്ചിരിക്കും ഞങ്ങൾ. രുദ്ര അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ചെറിയമ്മ ഇനി ലക്ഷമല്ല കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്നും എൻ്റെ ഭദ്രയേട്ടിൽ നിന്നും ഒരിക്കലും എങ്ങോട്ടും പോകില്ല. ചെറിയമ്മ പറഞ്ഞല്ലോ എന്നിലൊരവകാശി ജനിക്കില്ലെന്ന്. എന്നാ കേട്ടോ, ഇന്നു മുതൽ അങ്ങോട്ട് അതിനുള്ള ശ്രമത്തിലായിരിക്കും ഞാൻ. എനിക്കും എൻ്റെ ഭദ്രയേട്ടനുമായ ഒരു കുഞ്ഞ്, അത് എൻ്റെ ഈ വയറ്റിൽ തന്നെ വളരും. ഭദ്രയേട്ടനുള്ളപ്പോൾ നിങ്ങൾക്കെന്നല്ല ആർക്കും എന്നെയോ എൻ്റെ കുഞ്ഞിനെയോ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും കഴിയില്ല. എടീ, നിന്നെ ഞാൻ. അത്രയും പറഞ്ഞ് കല്യാണി രുദ്രയ്ക്ക് നേരെ കൈ ഉയർത്തിയതും രുദ്ര അവരുടെ കയ്യിൽ പിടിമുറുക്കി. ചെറിയമ്മയ്ക്ക് തല്ലിപ്പടിക്കാനല്ല ഭദ്രയേട്ടൻ എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടി തന്നത്. എൻ്റെ ഭർത്താവിനല്ലാതെ ആർക്കും എന്നെ ഒന്ന് നുള്ളി നോവിക്കാനുള്ള ഒരു അവകാശവുമില്ല. അങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ച ഒന്നും നോക്കണ്ട, തല്ലിക്കൊള്ളാനായി ഏട്ടൻ എന്നോട് പറഞ്ഞത്. മറന്നുപോയോ അന്ന് ചെറിയമ്മ എന്നെ തല്ലിയതിന് എന്നെ കൊണ്ട് തന്നെ ഏട്ടൻ തിരിച്ചു തല്ലിച്ചത്? അതിനു മുൻപും ഏട്ടൻ ചെറിയമ്മയ്ക്ക് തന്നതും മറന്നോ? അത്രയും പറഞ്ഞ് അവരുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു. ഇനി എന്നെ തല്ലിയേ അടങ്ങൂ എന്നാണെങ്കിൽ ചെറിയമ്മ തല്ലിക്കോ, ഞാനായി തിരിച്ചു തല്ലില്ല. പക്ഷേ ഭദ്രയേട്ടൻ തിരിച്ചു വന്ന് നിങ്ങൾ എന്നെ തല്ലിയ പാട് വല്ലതും കണ്ട പിന്നെ നിങ്ങളുടെ ഈ പുട്ടിയിട്ട മുഖം അവിടെ തന്നെ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം എന്നെ തല്ലാനും കൊല്ലാനും വരാൻ. അത്രയും പറഞ്ഞ് രുദ്ര പോകുമ്പോൾ അവൾ പോയ വഴിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ ബലത്തിൽ കിടന്ന നീ നകളിക്കുന്നത് എന്നറിയാം. ഇതൊന്നും അധികനാൾ നീണ്ടു നിൽക്കില്ല. നീണ്ടു നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല.